നമസ്കാരം ചങ്ങായിമാരെ. ഈ വർഷത്തെ ഓണം അങ്ങ് തുടങ്ങുക കേട്ടാ. UAE ഈ വർഷത്തെ ഓണം നമ്മുടെ ക്രൗൺ പാലസ് ഹോട്ടലാണ് കേട്ടാ തുടങ്ങുന്നത്. ഓണം വരവേൽപ്പ് ഈ ഒരു പരിപാടി കെങ്കേമായി കേട്ടാ. ചെണ്ടമേളത്തിലാണ് പരിപാടി തുടങ്ങിയത്. ഇന്ത്യയുടെ ചെണ്ടമേളം ഉണ്ടെങ്കിൽ പരിപാടി വേറെ ലെവലാ. ചെണ്ടമേളത്തിനൊത്ത് മാവേലിയുടെ എഴുന്നള്ളത്തും കൂടി ആയപ്പോൾ പരിപാടി അങ്ങോട്ട് ഉഷാറായി തുടങ്ങി. 2026 ഈ ഒരു ഓണത്തിൻ്റെ വരവേൽപ്പ് ഈ ഒരു ക്രൗൺ പാലസിൽ തുടങ്ങുന്നതോടുകൂടി മറ്റെല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷത്തിന് തുടക്കാവും. കർക്കിടകക്കാറുകൾ ചിങ്ങപ്പുലരിക്ക് വഴിമാറിക്കൊടുത്തു കേട്ടിട്ടില്ലേ? കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ അത്തം ദിനത്തിനായുള്ള കാത്തിരിപ്പാണ്. അത്തം മുതൽ 10 ഓണം എന്നല്ലേ. ഇതൊരു ഓണം വരവേൽപ്പാണ് കേട്ടാ. ഓണം ആഘോഷം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ UAE ഓണമൊക്കെ കൂടണമെങ്കിൽ ക്രൗൺ പാലസ് ഹോട്ടലിൽ തന്നെ പോകണം കേട്ടാ. ഈ ഒരു ഓണം വരവേൽപ്പിൻ്റെ തിരി തെളിയുകയാണ് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ നെല്ലറ, നമ്മളെ ഷംസുക്ക, ക്രൗൺ പാലസിൻ്റെ CEO ആൻമറിയ, അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ സക്കീർ, ഷാർജ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ MD അതായത് മെട്രോ ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റഷീഖ് അഹമ്മദ്, അതുപോലെ തന്നെ ഡോക്ടർ ലിനോയ് കൃഷ്ണൻ, RJ സാറ, അതുപോലെ എന്തിനും കൂടെ നിൽക്കുന്ന നമ്മുടെ UAEയുടെ സ്വന്തം പൗരന്മാരായ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടിയുടെ പവർ വേറെ തന്നെയല്ലേ. അങ്ങനെ ഓണം വരവേൽപ്പിൻ്റെ തിരി തെളിഞ്ഞു. ഇനി ഓണത്തിൻ്റെ വിളംബരമാണ് കേട്ടാ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ UAEയിലെ ഓണത്തിന് തുടക്കം കുറിക്കുകയാണ്. അതും നമ്മുടെ ക്രൗൺ പാലസ് ഹോട്ടലിൽ വെച്ച് തന്നെ. നമ്മുടെ കൊട്ടാരത്തിലുള്ള ആ ഒരു ഓണം അത് വേറെ ലെവൽ തന്നെയാണ്. UAEയിൽ ആദ്യത്തെ മാവേലിയെന്ന് കേട്ടാ. അതുപോലെ തന്നെ നമ്മുടെ തിരുവാതിര കളിയും. ശരിക്കും പറഞ്ഞാൽ ഈ ഓണാഘോഷം എത്ര കളർഫുള്ളാണല്ലേ. ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പായസം മത്സരം നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജാക്ക് ഫ്രൂട്ടും റംബൂട്ടാനും അതുപോലെ തന്നെ ബീട്രൂട്ടും പാവയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പായസത്തിൽ. ഈ ഒരു പായസ മത്സരം ഭയങ്കര വ്യത്യസ്തമായി കേട്ടാ. മാവേലി പായസം കുടിക്കാതെ അങ്ങനെ പരിപാടി തീരുമല്ലേ. ഓണം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുമെങ്കിലും ഈ ഒരു UAEയിലെ ഓണം വ്യത്യസ്തമായ ഓണം തന്നെയാണ് കേട്ടാ. ഭയങ്കര ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള പായസങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ചെണ്ടമേളം ഒരുക്കിയ ഇന്ദ്രയുടെ ദിനേശ് മാഷ്ക്കുള്ള ആദരവുണ്ടായിട്ടാ. ഇനി നമ്മുടെ ഓണസദ്യ കേട്ടാ, അതല്ലേ പ്രധാനം. കൊട്ടാരത്തിലെ ഓണസദ്യ അത് കഴിക്കാൻ അജ്മാനെ തന്നെ പോകണം കേട്ടാ. 1000 പേർക്കോ 500 പേർക്കോ 100 പേർക്കോ ഒക്കെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഒരുപാട് കലാകാരന്മാരുടെ പെർഫോമൻസ് ഒക്കെ ഇവിടെ ഉണ്ടായി. ഓണസദ്യക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ മലയാളി മങ്ക പരിപാടിയിലേക്ക് കടന്നു കേട്ടാ. ക്രൗൺ മലയാളി മങ്ക ഈ ഒരു മത്സരം ഭയങ്കര രസമായിരുന്നു കേട്ടാ. സുന്ദരികളായ മലയാളി മങ്കകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ പരിപാടി ഭയങ്കര ഭംഗിയായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗാനമേള വേറെ ലെവലായിരുന്നു കേട്ടാ. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നമ്മുടെ ഓണത്തിൻ്റെ വരവേൽപ്പ് സംഭവം ഗംഭീരായി.